അവിടെ വന്നിട്ടുള്ള മാധ്യമപ്രവർത്തകർ സത്യസന്ധമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ചില മാധ്യമപ്രവർത്തകർ അങ്ങനെ സത്യസന്ധമായി തന്നെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര പേര് പങ്കെടുത്തു, എവിടെ നിന്നൊക്കെയായിരുന്നു വന്നിരുന്നത്, ഉള്ളടക്കം എന്തായിരുന്നു, ഇതെല്ലാം സംബന്ധിച്ച് അയ്യപ്പ സംഗമം കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളൊരു വാർത്താസമ്മേളനം നടത്തി അവരെ സാക്ഷ്യപ്പെടുത്തി സംസാരിച്ച് ഞാൻ എല്ലാവരോടും ചോദിച്ചു, ഇതിന് വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ആരും വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറഞ്ഞില്ല. ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ ഒരു വിശ്വമാനവീയയുടെ മഹാസംഗമമായി മാറി. നമ്മൾ 3000 പേരെ ലക്ഷ്യമിട്ടായിരുന്നു നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ നടപടികളും അനൗൺസ് ചെയ്തതും നടപടികളെല്ലാം നീക്കിയത്. എന്നാൽ പന്തൽ ഞങ്ങൾ ഒരു 5000 പേർക്ക് ഇരിക്കാൻ ആവശ്യമായ രൂപത്തിൽ ക്രമീകരിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ചുമതലപ്പെടുത്തി. അതുകൊണ്ട് അവരത് വളരെ ഭംഗിയായി മനോഹരമായി അത്രയും ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് തയ്യാറാക്കിയിരുന്നതുകൊണ്ട് 4126 പേർ പങ്കെടുത്തിട്ടും നമുക്ക് ഹാളിൽ അവരെ മുഴുവൻ ഇരുത്താൻ പറ്റിയില്ലെങ്കിലും കുറേ പേർ സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. ആ രൂപത്തിൽ 4000-നടുത്ത് കസേരകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് സ്റ്റാൻഡിങ് ആയിട്ട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ ആ സദസ്സും ഓഡിയൻസിനെയും കൊടുത്തിട്ടുള്ള ഒട്ടേറെ ദൃശ്യമാധ്യമങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അതെടുത്ത് നോക്കിയാൽ മതി. മറ്റെല്ലാ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ എന്നുവെച്ചാൽ ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് രാവിലെ 8 മണിക്കും 7:30 മണിക്കും 9 മണിക്കും ഒക്കെ എടുത്ത് ഒരേ ഭാഗം കൊടുത്തിട്ടുള്ള ആളുകളാണ് ഈ ഒഴിഞ്ഞ കസേര കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തി. അതേസമയത്ത് 9:30 മണിക്കാണ് ഇവിടെ തന്ത്രികൾ, ശബരിമല തന്ത്രികൾ വന്ന് ഭദ്രദീപം കൊടുത്തുണ്ട്. ആ സമയത്തുമ്പോഴേക്ക് ഓഡിറ്റോറിയം നടക്കും. അത് കഴിഞ്ഞിട്ട് ബഹുമാനായ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നത് 9:55. ആദ്യം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ഭക്തിഗാനത്തോടു കൂടിയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ 9:55 അത് ആരംഭിച്ചു. അപ്പോൾ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഇടയില്ലാത്ത രൂപത്തിലേക്ക് എത്തിച്ചു. ഉദ്ഘാടന സമ്മേളനം 10 മണിക്ക് ആരംഭിച്ചു, സ്വാഗതം ആരംഭിച്ചു. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോഴേക്ക് ഓഡിറ്റോറിയത്തിനിടയില്ലാതെ എല്ലാ സൈഡിലും ഭക്തജനങ്ങൾ നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ പൊതുവിൽ ആ സമ്മേളനം സംഗമം ഉള്ളടക്കമെടുക്കുമ്പോൾ പങ്കെടുത്തിരുന്നത് 4126 പേരാണ്. 182 പേരാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നായി പങ്കെടുത്തിരുന്ന വിദേശ പ്രതിനിധികൾ ഏറ്റവും കൂടുതൽ വന്നത് ശ്രീലങ്കയിൽ നിന്നാണ്, 39 പേരായി. അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോന്നും കൃത്യമായി അക്കമിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ആരൊക്കെ വന്നു എന്നുള്ളത് ഇന്നലെ പത്രസമ്മേളനത്തിൽ കൃത്യമായി ഞാൻ വിശദീകരിച്ചു. 182 പേർ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുത്തിരുന്നത് 2125 പേര്. അത് ഏതൊക്കെ സംസ്ഥാനത്തു നിന്നാണ് വന്നത് എന്ന കാര്യം, അതിൽ ഏറ്റവും കൂടുതൽ കേരളം കഴിഞ്ഞാൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, ഒഡീഷ, ഡൽഹി, ഛത്തീസ്ഗഡ്, പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ 2125 ആളുകൾ പങ്കെടുത്തു. അവശേഷിച്ച 1819 പേർ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പുറമെ കൊച്ചിൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ കൂടൽമാണിക്യ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ഈ ദേവസ്വം ബോർഡുകളെല്ലാം കേന്ദ്രീകരിച്ച് അവർ പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നതനുസരിച്ചുള്ള അയ്യപ്പന്മാരെയും കൂടി അണിനിരത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ 4126 പേർ നമുക്ക് നമ്പർ എണ്ണി രജിസ്റ്റർ ചെയ്ത് വന്നെങ്കിൽ അതിന് പുറമെ തീർത്ഥാടകരായി ഒരുപക്ഷെ വന്നിട്ടുള്ളവരുൾപ്പെടെ കയറിയിട്ടുണ്ടാവാം. അതിൽ മറ്റ് ജീവനക്കാരൻ്റെ ഒന്നും കണക്കുകൾ കൂട്ടാതെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചത്. നമുക്ക് പിന്നീട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇതിന് അനുമതി തരുമ്പോൾ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള 2-3 കാര്യങ്ങൾ. അതിലൊന്ന്, നിലവിലുള്ള തീർത്ഥാടകർക്ക് വെച്ചാൽ ശബരിമല 1-ാം തീയതിയോടനുബന്ധിച്ച് നട തുറന്ന് ദർശനത്തിന് വേണ്ടി തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭമാണ്. അത് ഇന്നത്തെ കൂടിയുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കണം അയ്യപ്പ സംഗമം നടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് കൃത്യമായി പാലിച്ചു. 2, ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി നിഷ്കർഷിച്ചിരുന്നു. അത് കൃത്യമായി പാലിച്ചു.
ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ വെള്ളമോ ഒന്നും ആ പ്രദേശത്ത് കാണാൻ കഴിഞ്ഞില്ല. കൃത്യമായി ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചിരുന്നു. മൂന്നാമതായി അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് തികച്ചും സുതാര്യമായ സംവിധാനങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന കാര്യം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അത് കൃത്യമായി പാലിച്ചു. ഇങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അനുമതി തരുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ടും അവിടെ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു പരാതി, നിങ്ങളെല്ലാ മാധ്യമങ്ങളോടും എല്ലാവരും മൈക്കുമായിട്ട് എല്ലാവരും അടുത്ത് പോയി പല ഡെലിഗേഷനോട് അഭിപ്രായം ചോദിച്ചു. ശ്രീലങ്കയിൽ നിന്ന് വന്നവർ, കാനഡയിൽ നിന്ന് വന്നവർ, അമേരിക്കയിൽ നിന്ന് വന്നവർ, ബ്രിട്ടനിൽ വന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്നവർ, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ വന്നവരോടൊക്കെ തന്നെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരാൾ പോലും ഒരു പരാതി വിദേശത്ത് നിന്ന് വന്നവരോ സ്വദേശത്ത് നിന്ന് വന്നവരോ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC ഉപാധ്യക്ഷൻ വരെ പങ്കെടുത്തു. വാർത്ത വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടും ചോദിച്ചു, ഒരു പരാതിയില്ല, എല്ലാം ഭംഗിയായി കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന ഭക്തജനങ്ങൾക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരോ ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്നവരോ കേരളത്തിൽ നിന്ന് വന്നവരോ വിദേശത്ത് നിന്ന് വന്നവരോ ആരും ഒരു പരാതി പറയാതെ പരാതിരഹിതമായ ഒരു അയ്യപ്പ സംഘം പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് ലക്ഷ്യം വെച്ചപ്പോൾ ആ ലക്ഷ്യം അർത്ഥപൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ സെമിനാർ സെഷനുകൾ മാറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് ആളുകൾ എഴുന്നേറ്റ് പോയെന്നാണ് ചിലരുടെ പരാതി. ആ എഴുന്നേറ്റ് പോയത് പുറത്തേക്ക് പോയതല്ല, അവർ പ്രധാനമായി 3 സെഷനുകളായി പിന്നെ തിരികെയാണ്. പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറി വേറെ 2 ഓഡിറ്റോറിയം കൂടി ക്രമീകരിച്ചിരുന്നു. അതിലൊരു ഓഡിറ്റോറിയത്തിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന K. ജയകുമാർ IAS നേതൃത്വം നൽകുന്ന ഒരു സെഷനായിരുന്നു മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടത്. അത് പ്രധാന ഓഡിറ്റോറിയത്തിൽ. അതിൽ പങ്കെടുക്കുന്നവർ മാത്രമേ പിന്നെ അവിടെ അറിയിക്കേണ്ടതുള്ളൂ. മറ്റൊരു ഓഡിറ്റോറിയത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉപദേഷ്ടാവുമായിരുന്ന TK നായർ നയിച്ചിരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സെമിനാർ. മറ്റൊന്ന് മുൻ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് നയിച്ചിരുന്ന. അതിലെല്ലാം പ്രത്യേകമായ പ്രഗത്ഭന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥപ്രമുഖരും സാങ്കേതിക വിദഗ്ധരും ഇത് സംബന്ധിച്ച് പ്രത്യേകമായ അഭിപ്രായം പറയാൻ കഴിയുന്നവരുമായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അതിൽ ഓരോ സെമിനാറിലേക്ക് ആർക്ക് താല്പര്യമുണ്ടോ അതിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഇടയ്ക്ക് വന്ന് 640 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിലൊരു സെമിനാറിൽ പോകാൻ താല്പര്യപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ വിവിധ സെമിനാറിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായി പ്രധാനപ്പെട്ട ഓഡിറ്റോറിയത്തിൽ പിന്നെ നോക്കുമ്പോൾ ആദ്യ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളും എന്നെ കാണില്ല, മറ്റേ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇതാണ് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ചില പ്രചരണങ്ങൾ മുന്നോട്ട് വന്നു. അതുകൊണ്ട് ഈ അവസാനമായൊരു കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഈ 3 സെമിനാറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട ഭാവി വികസന സങ്കല്പങ്ങളെ അവരെങ്ങനെയൊക്കെ നോക്കിക്കാണുന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങൾ വന്നു, ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവിടെ ഈ ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ചു. അവസാനം കൺക്ലൂഡിങ് സ്പീച്ച് നടത്തിയത് ഞാനാണ്. അപ്പോൾ ആ കാര്യത്തിൽ അവരെല്ലാം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നാളുകളിൽ പ്രാവർത്തികമാക്കാൻ ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ച് കൂടിയാലോചിച്ച് ഒരു 18 കമ്മിറ്റിയെ ആ സമ്മേളനം തിരഞ്ഞെടുത്തു, ആ സംഗമം തിരഞ്ഞെടുത്തു. ആ 18 കമ്മിറ്റി ഈ വന്ന നിർദ്ദേശങ്ങളെല്ലാം എഴുതി തരുന്ന ഉൾപ്പെടെ പരിശോധിച്ച് ക്രോഡീകരിച്ച് പരിശോധിച്ച് എന്തൊക്കെ അതിൽ തീർപ്പാക്കണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മിറ്റി എന്ന രൂപത്തിലാണ് അതിനെ തിരഞ്ഞെടുത്തത്. അത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അത് ഓരോന്ന് പരിശോധിച്ച് അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പിലും ബഹുജന സമക്ഷത്തോടെ അവതരിപ്പിക്കും. അത് സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് കാണാനുള്ള അവസരമുണ്ടാവും. അതിന് ശേഷമായിരിക്കും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ, നമ്മൾ വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള തുടക്കം കുറിക്കുക. ഇത് കേവലം ഒരു പ്രചരണത്തിന് വേണ്ടി സംഘടിപ്പിച്ച സംഘവുമല്ല. അവിടെ വന്നിട്ടുള്ള ഫലപ്രദമായ ക്രിയാത്മക നിർദ്ദേശങ്ങളും പശ്ചാത്തല വികസന സൗകര്യങ്ങളും ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിത്തീർക്കുക എന്ന ആത്യന്തിക ലക്ഷ്യവും നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന രൂപത്തിൽ തന്നെ പിന്നീട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതാണ് പൊതുവിൽ നിർദ്ദേശിക്കാൻ. അതാണ് ഈ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഈ ഒഴിഞ്ഞ കസേരകൾ നിർമ്മിതിയാണെന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്? അല്ല, അത് ഇപ്പോൾ അദ്ദേഹം ഈ കാര്യം നേരത്തെ തന്നെ ഉള്ളടക്കം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ വിശദീകരിച്ച് കൃത്യമായി നമ്പർ സഹിതമാണ് എന്ന് പറഞ്ഞത്. ആ ഒഴിഞ്ഞ കസേരകൾ എടുത്തത് ഞങ്ങൾ നേരിൽ കണ്ടതാണ്. ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പേ ചില കൂട്ടർ വന്നത് എടുത്തുകൊണ്ട് പോയിട്ട് അത് കൊടുത്തു തുടങ്ങിയത് പിന്നെ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികം. ഒരു തുടക്കഘട്ടത്തിൽ ആദ്യം കുറേ എണ്ണം വരും. അതിൻ്റെ തുടക്കം ആരംഭിക്കുന്ന ഞാൻ ഓരോ ടൈം വെച്ച് ഞാൻ പറഞ്ഞല്ലോ. 9:55 എത്തുമ്പോൾ ഓഡിറ്റോറിയം നിറഞ്ഞു കഴിഞ്ഞ് ആളുകൾ നിൽക്കുന്ന രൂപത്തിലേക്ക് പെട്ടെന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് 8 മണിക്കും 7:30 മണിക്കും എടുത്തവർക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് വെച്ചൊരു പ്രചരണം നടത്തി രാത്രി അതിനകത്ത് പല സംഘടിത താല്പര്യങ്ങളുണ്ടാകും. അതിനൊന്നും അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവർ ചെയ്യട്ടെ.
അവർ പക്ഷേ സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തിയവർ ഇന്നലെ ലാസ്റ്റിൽ ഒരു മാധ്യമ ആരൂപത്തെ സംബന്ധിച്ച് കൃത്യമായി കാര്യങ്ങൾ കണക്കുകൾ സംസാരിക്കുന്ന ഞാൻ കേട്ടു. അപ്പോൾ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ച മാധ്യമങ്ങളുമുണ്ട് ഭൂരിപക്ഷം. അവരാരും ഇന്നത്തെ മാധ്യമങ്ങൾ പത്രങ്ങളെടുത്തു, എല്ലാ പത്രങ്ങളിലും നിങ്ങളൊന്ന് പരിശോധിച്ചു മതി. കൃത്യമായി ആ ഓഡിയൻസിൻ്റെ പടം സഹിതം കൊടുത്തിട്ട് അതിനെക്കുറിച്ചൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. ഈ വെള്ളാപ്പള്ളിക്കൊപ്പം മുഖ്യമന്ത്രി ഇറങ്ങിയത് വന്ന അതിനെ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അതിനൊരു വിമർശനത്തിൻ്റെ കാര്യമില്ല. കാരണം അവിടെ താമസിച്ചിരുന്ന സ്ഥലം പമ്പ PWD ഒരു റെസ്റ്റ് ഹൗസാണ്. അവിടെ മറ്റേ അദ്ദേഹവും വന്നിരുന്നു. ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കയറുന്നതിന് പകരം അദ്ദേഹവും കൂടെ സ്വാഭാവികമായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വന്ന ഒരേ ലക്ഷ്യത്തിൽ വന്ന ആളുകളാണ് രണ്ടുപേരും, സംഗമത്തിൽ പങ്കെടുക്കാൻ. അവിടെ വരുന്ന ഇറങ്ങുന്നതിന് എന്താ ഒരു കുഴപ്പം? അതിനകത്ത് വേറെ ഒരു അപകടം എന്താ? ഒറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ, അയ്യപ്പ സംഗമം. രണ്ടുപേരും അതിന് വന്നാൽ അതിന് വേറൊരു അപകടത്തിൽ കാണേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ഭക്തനാണെന്നുള്ളതാണ്. ഇന്നലെ രമേശ് ചെന്നിത്തല തിരിച്ചു ചോദിക്കുന്നു, മുഖ്യമന്ത്രി തന്നെയാണ്, പിണറായി തന്നെ അത് പറയട്ടെ ഭക്തനാണോ ഇല്ലയോ എന്നുള്ളത്. ശബരിമല യുവതി പ്രവേശനമൊക്കെ നടത്തി, അത് തെറ്റായി പോയി, അത് കേരളം പ്രകടിപ്പിക്കുന്നു എന്ന് പിണറായി പറഞ്ഞോ എന്നുള്ളതാണ് ചെന്നിത്തലയുടെ ചോദ്യം. ചെന്നിത്തലയ്ക്കും അതുപോലെ തന്നെ ആ വിമർശകർക്കുമെല്ലാം തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടരാക്കും അതിനനുസരിച്ചുള്ള പ്രതികരണമാണ് വരുന്നത്. ഇവിടെ ഈ അംഗീപ്രസംഗം സംഘടിപ്പിച്ചതിന് മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനോ ദേവസ്വം ബോർഡിനോ രാഷ്ട്രീയ ദുഷ്ടലാക്കില്ലെന്ന് മാത്രമല്ല, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യം മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ അവർ ശ്രമിച്ച് ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ച് അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. ആ രൂപത്തിൽ ഇല്ല. അദ്ദേഹത്തിൻ്റെ നിലപാട് എപ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ സംസാരിച്ചത് നിങ്ങളും കേട്ടതാണ്. എല്ലാം വളരെ അളന്നു തൂക്കി വളരെ ശാസ്ത്രീയമായിട്ട് എന്താണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഭംഗിയായി മനോഹരമായി അത് മനസ്സിലാകുന്ന ഭാഷയിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതിനെ മറ്റൊരു രൂപത്തിൽ ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല തെറ്റായ രൂപത്തിൽ. 3 വിഷയങ്ങളിൽ പാനൽ ഡിസ്കഷൻ ഉണ്ടായില്ല. 3 വിഷയങ്ങളിലായിരുന്നു പാനൽ ഡിസ്കഷൻ. ഒന്ന് മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കി 1033 കോടി രൂപയുടെ പ്രോജക്റ്റാണ് 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുക. അത് സംബന്ധിച്ച് സാനിറ്റേഷൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സഞ്ചാരയോഗ്യമായ പാതയുടെ പ്രശ്നമുണ്ട്, അമ്യൂണിറ്റി സെൻറ്റർ നിർമ്മിക്കുന്നതിൻ്റെ വിഷയങ്ങളുണ്ട്, ഇപ്പോൾ ഉള്ള കെട്ടിടങ്ങൾ ഏതൊക്കെ തരത്തിലേക്ക് മാറ്റണമെന്നുള്ളതുണ്ട്, അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള മാസ്റ്റർ പ്ലാനാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് വളരെ ശാസ്ത്രീയമായി തന്നെ പഠനം നടത്തിയാണ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ളത്. വിദഗ്ധരൊക്കെ പരിശോധിച്ചു അഭിപ്രായം പറഞ്ഞു. അവരത് പ്രസൻറ്റ് ചെയ്തപ്പോഴും വളരെ നമുക്ക് ഭംഗിയായി മനസ്സിലാകുന്ന രൂപത്തിൽ അത് പ്രസൻറ്റ് ചെയ്യുണ്ടായി. ആ പ്രസൻറ്റേഷൻ തന്നെ അവിടെ ഇരുന്ന ആൾക്കൊക്കെ വളരെ ഒരു ഹൃദയസ്പർശിയായി മാറുന്ന വിധത്തിലായിരുന്നു അവരുടെ പ്രസൻറ്റേഷൻ. അതുകൊണ്ടാണ് നല്ല പ്രതികരണങ്ങൾ അതിനെ സംബന്ധിച്ച് ആ സെമിനാറുകളിൽ നിന്ന് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുടെ അഭിപ്രായം പറയാൻ കയറി വന്നത് എല്ലാത്തിനെക്കുറിച്ചും വന്നത്. ഞാനതൊന്ന് ഈ ചോദിച്ചിട്ട് രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഇതിനെ മാറ്റാം. അത് ബഹുമാനായ മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായരായിരുന്നു അത് നയിച്ചിരുന്നത്. അദ്ദേഹം കുറേ കൂടി വിപുലവും വിശാലമായ രൂപത്തിൽ അതിനെടുത്തുകൊണ്ട് തന്നെ തത്വമസി എന്ന ആ സന്ദേശത്തിൻ്റെ വലിയ രൂപത്തിലുള്ള ആഗോളതലത്തിലുള്ള ഒരു വീക്ഷണവും വിശ്വമാനവികയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംസ്കാരവും അത് കൂടുതൽ തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന രൂപത്തിലേക്ക് ഇത് പിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്റർ എന്ന രൂപത്തിലേക്ക് മാറണം എന്ന വിപുലവും വിശാലവുമായ മതസൗഹാർദ്ദത്തിൻ്റെ സങ്കേതമാക്കി മാറ്റണമെന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ സജഷൻ ആ സ്പീച്ചിൽ നിന്ന് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. K. ജയകുമാർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റ് അവതരിപ്പിക്കുകയുണ്ടായി. ക്രൗഡ് മാനേജ്മെൻ്റ് എന്നുള്ള ടൈറ്റിൽ മാറിയിട്ട് പിൽഗ്രിം ടൂറിസത്തിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ എന്നുള്ള രൂപത്തിലേക്കാക്കി മാറ്റണം. ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് വരുമ്പോൾ ഒരു പക്ഷേ വരുന്ന ക്രൗഡിനെ നിയന്ത്രിക്കാൻ പോലീസിന് ചിലപ്പോൾ ബലപ്രയോഗങ്ങളോ തെറ്റായ രൂപത്തിലുള്ള സമയമൊക്കെ സ്വീകരിക്കേണ്ടി വരും. അതുപോലും തോന്നാൻ പാടില്ല. അതിൽ പിൽഗ്രിം ടൂറിസം ആകുമ്പോൾ കുറേ കൂടി ആളുകൾക്കത് വളരെ വ്യക്തമായി മനസ്സിൽ പതിയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ സൗന്ദര്യവും ഒപ്പം ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉയർന്ന രൂപവുമെല്ലാം പ്രതിഫലിക്കും. അങ്ങനെയാക്കിയ വീട് തന്നെ മാറ്റണമെന്നുള്ള സജഷനാണ് K. ജയകുമാർ ഇതിനകത്ത് മുന്നോട്ട് വെച്ച മറ്റൊരു ആശയം. അപ്പോൾ ഏതായിരുന്നാലും അതിന് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം സംവിധാനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആൾക്കൂട്ട നിയന്ത്രണം ഉറപ്പാക്കാൻ കഴിയും എന്നുള്ള നിർദ്ദേശമാണ് ADGPയും അതുപോലെ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസുമെല്ലാം ചർച്ച ചെയ്ത ആ സെഷൻ മുന്നോട്ട് വെച്ച കാര്യം. അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ നിങ്ങളിപ്പോൾ ക്രോഡീകരിച്ച് സൈറ്റിൽ കൊടുക്കും. അത് കഴിയുന്നതിന് ശേഷം ഇന്നലെ അത് 3 കൂട്ടരും അവർ തന്നെ പ്രശ്നം ചെയ്തിരുന്നു.
അപ്പോൾ അതെല്ലാം ചേർത്ത് ഭാവിയിൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരിക എന്നതാണ് പൊതുവിൽ ദേവസ്വം ബോർഡും ഒപ്പം സംസ്ഥാന ഗവൺമെൻറ് ഇതിനെ സഹായിച്ചുകൊണ്ട് നിലപാട് വീക്ഷിക്കുന്നത്. ഈ 18 കമ്മിറ്റിയുടെ റിപ്പോർട്ട് എത്ര നാളുകൂടി തരണം അങ്ങനെ ഒരു ഇല്ല, സമയം തീരുമാനിച്ചില്ല. ഏറ്റവും അടുത്ത ഇപ്പം ഞങ്ങളതൊന്നും താമസം വരുത്താറില്ല. ഇപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തന്നിട്ട് പിറ്റേ മാസം തന്നെ ക്യാബിനറ്റ് അത് അംഗീകരിച്ചു, പരിശോധിച്ചിട്ട്. സാധാരണ ഇതിൽ റിപ്പോർട്ട് കിട്ടിയ 6 മാസം 1 വർഷം കഴിഞ്ഞാണ് ക്യാബിനറ്റ് വരിക. ഇത് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ ക്യാബിനറ്റിൽ വന്ന് സ്പീഡിൽ അത് ക്യാബിനറ്റ് അംഗീകരിച്ചു. ക്യാബിനറ്റ് അംഗീകരിച്ച ഉടൻ തന്നെ ദേവസ്വം ബോർഡുമായി ചർച്ച ചെയ്ത് ഇപ്പം നമ്മൾ ആഗോള അയ്യപ്പ സംഘത്തിലേക്ക് വന്നു. ഇപ്പോൾ വന്ന ഈ സജഷനെല്ലാം കൂടി നിങ്ങൾ സൂചിപ്പിച്ച മാതിരി ഒരു as early as possible എന്ന് വെച്ചാൽ എത്രത്തോളം നേരത്തെ സാധ്യം അത്രത്തോളം നേരത്തെ ഇത് പരിശോധിച്ച് ഞങ്ങളത് സംബന്ധിച്ച് തീരുമാനമെടുത്ത് പരസ്യപ്പെടുത്തി നടപടിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു കാലദർശം. നഷ്ടപ്പെട്ടു പോയ ഈ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് CPM-ന്റെ നേതൃത്വത്തിൽ സർക്കാരിനെ ഉപയോഗിച്ച് അങ്ങനെ അയ്യപ്പ സംഘം നടത്തുന്നുള്ള ഒരു വിമർശനം പൊതുവെ വരുന്നത്, പ്രത്യേകിച്ച് ഈ സമര കാലഘട്ടത്തിലുണ്ടായ കേസുകൾ അതൊക്കെ ജോസി അതെല്ലാം രാഷ്ട്രീയമാണ്. നമ്മൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല. മറ്റേതെങ്കിലും സങ്കുചിത ഭാവങ്ങളില്ല. ഒറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നു, ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാണ്. പല രൂപത്തിലുള്ള വിമർശനങ്ങൾ വരും. ആ വിമർശനങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്ന് സംഗമം തെളിയിച്ചു. അതാണ് എനിക്ക് മറുപടി പറയാനുള്ളത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീവ്രമായി വർഗീയത പറയുന്ന ആളാണ് CPM തന്നെ പറയുന്നത് യോഗി ആദിത്യനാഥാണ്. പക്ഷേ ഈ സംഗമത്തിൽ യോഗിയുടെ കത്ത് വായിച്ചുകൊണ്ടാണ് സംഗമം തുടങ്ങിയത്. അതെ, അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു വർഗീയ ചുവയുള്ള സന്ദേശമല്ല തന്നിട്ടുള്ളത്. അദ്ദേഹം അയ്യപ്പൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സന്ദേശമാണ് തന്നത്. അത് അവിടെ വന്നു പോകുന്ന ഭക്തന്മാരായിട്ടുള്ളവരും ഭരണാധികാരികൾക്കുമെല്ലാം ഈ ക്ഷണക്കത്ത് കൊടുക്കണമെന്ന് പൊതുവിൽ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കൊക്കെ ക്ഷണക്കത്ത് അയച്ചിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സന്ദേശം തന്നു, UP മുഖ്യമന്ത്രി സന്ദേശം തന്നു, മറ്റു ചില മന്ത്രിമാർ നേരിട്ട് വന്ന് സന്ദേശം തന്നു, ഷീങ്കിലെങ്കിലെ മുൻ മന്ത്രി വന്ന് നേരിട്ട് സന്ദേശം തന്നു. അപ്പോൾ ആ തന്ന കൂട്ടത്തിലൊരു സന്ദേശം മാത്രമാണ്. അതിനകത്ത് മറ്റേതെങ്കിലും വർഗീയത അദ്ദേഹം അവിടെ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുള്ള എന്ന് വിചാരിച്ച് നമുക്ക് യോജിപ്പില്ല. അതേസമയത്ത് മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി ഭരണഘടനയെക്കുറിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ്. ആ ഭരണാധികാരി ഇത്തരം ഒരു സംഗമത്തിന് ഒരു സന്ദേശം എന്നല്ല നിരാകരിക്കേണ്ട കാര്യമില്ല. അതിനകത്ത് ഒരു തരത്തിലുള്ള വർഗീയതയും അതിനകത്ത് പറഞ്ഞിട്ടില്ല. BJP അടക്കം എതിർപ്പ് പറയുമ്പോൾ യോഗിയുടെ സന്ദേശം രാഷ്ട്രീയ അത്തരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഇല്ല, അവർ BJP ഇക്കാര്യത്തിൽ മാറി നിന്നപ്പോഴും BJPയുടെ നിരവധി ആളുകൾ മുന്നോട്ട് വന്ന് ഈ സംഗമത്തിന് ഭാഗവാക്കാക്കുകയും സന്ദേശം തരികയും ഉൾപ്പെടെ ചെയ്തു എന്നുള്ളത് നമ്മളെടുത്ത നിലപാട് ശരിയാണെന്നുണ്ട്. ഞങ്ങൾ ഈ ആദ്യം തന്നെ പറഞ്ഞ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല, ഇതിനകത്ത് ജാതിയോ മതമോ വർഗീയ താല്പര്യങ്ങളൊന്നുമില്ല. വിപുലവും വിശാലമായി തത്വമസി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. അയ്യപ്പൻ്റെ സന്ദേശം അതാണ്, തത്വമസി, ഞാൻ നീയാവുന്നു. അപ്പോൾ അത്തരമൊരു സന്ദേശമുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്തെവിടെയുമില്ല, ഈ ശബരിമല മാത്രമാണ്. ആ സന്ദേശം വിപുലവും വിശാലമാക്കി ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം. അതിലൊരു സംഘീത ഭാവവും കാണേണ്ടതില്ല. അതിനകത്ത് രാഷ്ട്രീയമുള്ളവരാണ് ഈ വിമർശനം ഉയർത്തുന്നതും സംഘീത ഭാവങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അടുത്ത ദിവസം ഈ സമാന്തര ഒരു സംഗമം പന്തളത്ത് നടക്കുന്നു. പന്തളം കൊട്ടാരത്തിൻ്റെ അടക്കം അവരാണ് നേതൃത്വത്തിലൊക്കെ ഉള്ളത്. അതിന് നമുക്കെന്താ തർക്കം? അവർക്ക് ഇപ്പോൾ ആർക്കും ഇത് നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും അവർ പറഞ്ഞ പോലുള്ളൊരു വിമർശനവും നമുക്കില്ല. അയ്യപ്പൻ്റെയും അതുപോലെ ശബരിമലയുടെ താല്പര്യമാണ് ഉയർത്തിപ്പിടിക്കുന്നെങ്കിൽ നമുക്കെന്തിനാ അതിന് തർക്കിക്കേണ്ട കാര്യം? അവർ നടത്തട്ടെ. ഈ കാര്യത്തിൽ യാതൊരു പ്രശ്നം. പന്തളം കൊട്ടാരം ഈ കാര്യത്തിൽ അവർ പങ്കെടുക്കുന്ന കാര്യം അറിയിച്ചിരുന്നു, നമ്മൾ നോട്ടീസ് പേരിട്ടിരുന്നു. അവിടെ 2 മരണം ഉണ്ടായതുകൊണ്ട് സാധാരണഗതിയിൽ ഈ ഇത്തരം മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആചാരമനുസരിച്ച് പിന്നെ അതിൻ്റെ ചടങ്ങ് പുല തീരുന്നവിടം വരെ പോകാൻ പാടില്ല എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് വരുന്നില്ല എന്നുള്ള ഒരു അറിയിച്ചത് അത് കൃത്യമായി ഞങ്ങൾ നേരത്തെ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദേഹത്തിൻ്റെ പ്രശ്നമില്ല. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ വിജയമായി ഒരു വിശ്വമാനതിയുടെ മഹാസംഗമമായി മാറി. അത് എല്ലാ അർത്ഥത്തിലും വിജയിച്ചതോടുകൂടി അതിനെ എതിർത്തവരൊക്കെ ഇന്ന് വിഷമത്തിലും ജാള്യതയിലും വല്ലാത്ത രൂപത്തിലുള്ള പ്രയാസത്തിലുമായി. അത് മറയ്ക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള പ്രചരണങ്ങളുമായി വരുന്നു. അതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യമാണ് സൂചിപ്പിക്കുക. ഈ 2 സംഗമങ്ങളുടെ ഒരു ഏകോപന സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒന്നിച്ചു കൊണ്ടുവരാനുള്ള ഒരു ക്രോഡീകരണ മനോഭാവം ഉണ്ടാവും സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിനടക്കം. അവിടെ എന്തെങ്കിലും ഒരു ആശയങ്ങൾ മുന്നോട്ട് സ്വീകരിക്കും. ഇല്ല, ഏതെങ്കിലും ആശയങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് സ്വീകരിക്കുന്നതിന് നമുക്കെന്താ തർക്കം? അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭക്തരുടെ ലക്ഷ്യം, അവരുടെ സംതൃപ്തി, നമ്മുടെ ഭക്തി, ആ രൂപത്തിലേക്ക് പോകുന്ന സമീപനമാണ് നമുക്കുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ നിലയിൽ ഏത് തരത്തിലുള്ള നല്ല നിർദ്ദേശങ്ങൾ വന്നാലും അതൊക്കെ നമ്മൾ സ്വീകരിക്കും. പക്ഷേ ഇത് രാഷ്ട്രീയ പാർട്ടിക്ക് വീതം വെക്കുന്നൊരു സംഗമമല്ല. അതുപോലെ തന്നെ മറ്റേതെങ്കിലും സംഗീത ഭാവങ്ങളില്ല എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരാണ് ഇതിനെയൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുകയും ആ രൂപത്തിലേക്ക് വരികയും ചെയ്ത് അവരെല്ലാം ഇപ്പോൾ ഒറ്റപ്പെട്ടു. എല്ലാത്തിലും വലുത് ജനങ്ങളാണ്. നമ്മളെപ്പോഴും കാണേണ്ടത്
ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനപ്രതിനിധികൾ ദാസന്മാരാണ്. അപ്പോൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, എന്നാലും എനിക്ക് തോന്നുന്നു ഇത് ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സാധാരണ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ ആളുകൾ ഇരിക്കുന്ന പോലെ പല വീടുകളിൽ നിന്നും അപ്പം തന്നെ ഒരു മെസ്സേജ് കാണുമ്പോൾ അറിയാം, ഓരോരുത്തരും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലാക്കേണ്ടത് ആഗോള അയ്യപ്പ സംഘം എത്രത്തോളം ജനമനസ്സുകളിൽ എത്തി എന്നുള്ളതാണ്. അത്രത്തെ നമ്മൾ ഈ വീടുകളിലൊക്കെ സീരിയൽ കാണാൻ കാരണന്മാരെല്ലാം ഒന്നിച്ച് കൂടുമല്ലോ, അല്ലെങ്കിൽ ചില തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടുമല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിനേക്കാൾ കൂടുതലായി എല്ലാവരും, അതിൽ അപാരവൃദ്ധം ജനങ്ങൾ ടി വിയുടെ മുമ്പിൽ കൂടിയിരിക്കുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തുള്ള മെസ്സേജ് ഞങ്ങൾ കിട്ടിയപ്പോൾ പറഞ്ഞു ഇത്തവണ റേറ്റിംഗ് കൂടും റേറ്റിംഗ് കൂടും, സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾ സംഘടിപ്പിച്ചത് എല്ലാ അർത്ഥത്തിലും അതിന് മാധ്യമങ്ങളുടെ നല്ല സഹകരണം. ഞാൻ എടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു കേട്ടോ. അതിൽ എല്ലാ അർത്ഥത്തിലും ഈ സംഘം വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച ഒരുപാട് കൂട്ടരുണ്ട്. ആ കൂട്ടരോടെല്ലാം പ്രത്യേകിച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപനം, പോലീസ് നല്ല രൂപത്തിലുള്ള സുദീർഘമായ സേവനം, 1000-ൽ പരം പോലീസുകാരുടെ സേവനം, വിവിധ ഘട്ടങ്ങളിൽ ട്രാഫിക് ജാമാകാതിരിക്കാൻ, കോടതി പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാം ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നത ഉദാത്തവുമായ മാതൃക സ്വീകരിച്ച് എല്ലാ പ്രതിനിധികളെയും പൊട്ടുതൊടിയിച്ച് റോസാപ്പൂ കൈക്കൊടുത്താണ് നിങ്ങൾ സ്വീകരിച്ചകത്തിയത്. ഒരു ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉയർന്ന രൂപം. അതുപോലെ എല്ലാവർക്കും ദാഹജലം കൃത്യമായി, അത് പ്ലാസ്റ്റിക് കുപ്പി ഇല്ലാതെ കോടതി പറഞ്ഞ പോലെ. എല്ലാവർക്കും രുചികരമായ ഭക്ഷണം, നമ്മുടെ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ഗംഭീരമായ ഭക്ഷണം. മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു നോക്കി, ഇതുപോലെ ഏതെങ്കിലും വലിയ മേള നടക്കുന്നിടത്ത് ഇങ്ങനൊരു ഭക്ഷണം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ മേള അതിൻ്റെ സംഘാടനത്തിൽ, ഉള്ളടക്കത്തിൽ, ചർച്ചകളിൽ, തീരുമാനങ്ങളിൽ, ഒപ്പം കലാപരിപാടി ഏറ്റവും അവസാനമായി വിജയ് യേശുദാസ്, അതേപോലെ തന്നെ സജി, അതേപോലെ തന്നെ വീരമണി രാജു തുടങ്ങിയവരെല്ലാം ചേർന്ന് നയിച്ച ഭക്തിഗാനമേള. ഇതോടുകൂടിയാണ് ആ സാംസ്കാരിക സംഗമം സമാപിക്കുമ്പോൾ അവിടെ എത്തിച്ചേർന്ന ഭക്തരെല്ലാം നിറഞ്ഞ സംതൃപ്തിയോടെ, ഞങ്ങളിപ്പോൾ ശ്രീലങ്കൻ ഡെലിഗേഷൻ വന്ന് എന്നെ ആദരിച്ചിട്ട് പറഞ്ഞത് അവരുടെ നാടൊന്ന് സന്ദർശിക്കണം, അവിടെ പുണ്യതീർത്ഥാടനക്കെതിരായി അവർ പ്രഖ്യാപിച്ചു. 39 പേരുണ്ടായിരുന്നു അവിടുത്തെ മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ. അവർ ഒറീസക്കാർ, ഇങ്ങനെ വിവിധ നാടുകളിൽ നിന്നുള്ളവർ അങ്ങനെയാണ് അതിനെ സമീപിച്ചത്. ഇതാണ് പൊതുവിൽ പറയാം.